പ്രകാശിക്ക് 2 ദിവസം വീട്ടിലാണ് പോയി നിന്നൂടെ? 2 ദിവസം മൊത്തം പോയി നിൽക്കട്ടെ, ഇനി ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട. ആട്ടി ഇറക്കിയാലും പോവാടാ, ഒട്ട പറ്റിയ പോലെ നിക്കുവല്ലേ ചെയ്യുന്നേ. ഇങ്ങനെ നിൽക്കുവോ നാണില്ലാതെ? ഞാൻ ഇങ്ങനെ നിക്കും, ഇങ്ങനെ നിക്ക്. ഞാൻ അട്ട പോലെ നിക്കും. എന്നെ പറിച്ചറിയാതെ ആരും വിചാരിക്കണ്ട. എന്റെ കണ്ണാടിയോടെ കാണിച്ചേരും ഞാൻ. കാണിച്ചേരാട്ടാ, എന്നാ കാണിക്ക്. അയ്യോ അപ്പച്ചിക്ക് വല്ല പണി കൊണ്ട് ഇവിടുന്ന് പറഞ്ഞു വിടാ എപ്പോഴേ. അതിലും വലിയ പണി അവള് നിങ്ങൾക്ക് തരണം. അപ്പൊ എന്നെ അടിച്ചോ? നീയല്ലേ എന്നോട് പറഞ്ഞ് ഇപ്പുറത്താടി. ഇവിടെ അടിച്ചു. പെരുങ്കള്ള ഏത് ഭാഗത്താണ് ഞാൻ നിന്നെ തല്ലിയത്? തല്ലി. ഞാനുള്ളപ്പങ്ങനെ എന്റെ മോന്റെ ദേഹത്തെ തൊട്ടിട്ടുണ്ടെങ്കിൽ കള്ളിമക്കള് മൊത്തം കള്ള കുടുംബം. കള്ളിയും കാട്ടി നീലികള് കഴിഞ്ഞില്ലേ? ശ്വാസം വിട്ട് കഴിഞ്ഞില്ല, എല്ലാവരും കോടതി പിരിച്ചു വിട്ടു. ഞാൻ പോകുന്നു. പോയി പണിയും കേട്ടോ, എനിക്ക് പൊടി വേണം. അമ്മാവെ വണങ്ങാതെ ഉയിരില്ലയേ, അമ്മാവെ വണങ്ങാതെ ഉണർവില്ലയേ. പ്രകാശേ, നിങ്ങൾ സൂപ്പറായിട്ട് പാടുന്നുണ്ടല്ലോ. നമുക്കൊരു ഗാനമേള ട്രൂപ്പ് തുടങ്ങിയാലോ? ഞാൻ എന്റെ വിഷമം കൊണ്ട് പാടുന്നാടേ. എന്നെ വിഷമം എന്നാ? അമ്മ പറഞ്ഞില്ലേ എന്നെ തീരെ വിശ്വാസമില്ലാന്ന്. അമ്മയോട് പോകാൻ പറ, എനിക്ക് പ്രകാശിന് വിശ്വാസം ഉണ്ടല്ലോ. അല്ല, അമ്മ പറഞ്ഞതില് തെറ്റൊന്നുമില്ല കേട്ടോ, എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ചില്ലറ തെറ്റല്ല നിങ്ങളുടെ ഭാഗത്ത്, നിങ്ങൾ മൊത്തം തെറ്റിന്റെ ആളാ. നിന്റെ കൂടെ കൂടിയ പിന്നെയാടാ എന്റെ ഭാഗത്ത് തെറ്റൊക്കെ തുടങ്ങിയത്. ഓഹോ, ഇപ്പൊ പറഞ്ഞു വന്നെ ഞാനാണ് നിങ്ങളെ ചീത്തയാക്കുന്നതെന്നാണോ? അതിനെന്താ എത്ര സംശയം? നിന്റെ കൂടെ ഞാൻ എന്ന് കൂടിയോ അന്ന് തൊട്ട് എന്റെ ജനിദശയാ. എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് പിരിഞ്ഞേക്കാം. നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് പിരിഞ്ഞേക്കാം. പിരിയാ? ഞാൻ പിരിഞ്ഞങ്ങ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് കയറി ഈച്ചയായിട്ട് ഇരിക്കും. അത് ഞാൻ ഈച്ചയോ കൊതുകിനെയൊക്കെ ആട്ടിക്കളാം. പക്ഷെ നീ ഇനി ഇവിടെ പിരിയാന്ന് പറഞ്ഞിട്ട് ഇനി ഇവിടെ നിന്നെ ഞാൻ ആട്ടിപ്പുറത്താ. അങ്ങനെ അങ്ങ് പിരിഞ്ഞു പോകാൻ പറ്റത്തില്ല. എനിക്ക് PF കിട്ടണം. എന്തൊന്ന് കിട്ടണം? PF കിട്ടണം എനിക്ക്. PF മാത്രം ആക്കണ്ടടാ, PF, ഗ്രാറ്റുവിറ്റി, പെൻഷൻ, നിനക്കെല്ലാം ഞാൻ തരാം. ഇപ്പൊ ഒന്നും തരാൻ ഉദ്ദേശമില്ല അല്ലേ? ഞാൻ പൈസ തരികയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പിരിഞ്ഞു പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പിരിഞ്ഞു പോകുന്നില്ല. പിരിയാൻ താല്പര്യമില്ല. അങ്ങനെ മോൻ തന്നെ സൂഹിക്കണ്ട കേട്ടാ. കേട്ടാ രാശി, അതാരാണ് ഒരു പുതുമുഖം അവിടെ? ചേട്ടാ, ഈ പാപ്പാടി സരസ്വതിയുടെ വീടാണോ? അല്ല, പ്രകാശൻ പാപ്പാടിയുടെ വീടാണ്. ഓ, എനിക്ക് വീട് മാറിപ്പില്ല. ശരി ചേട്ടാ. എന്താ ആവശ്യം? ഈ പാപ്പാടി സരസ്വതിയുടെ വീടാണോ? ഈ പാപ്പാടി സരസ്വതി എന്ന് പറയുന്നത് പ്രകാശനായ എന്റെ അമ്മയാണ്. അപ്പൊ ഈ പാപ്പാടി സരസ്വതിയുടെ മകനാണ് ചേട്ടൻ? അല്ലല്ല, പാപ്പാടി പ്രകാശന്റെ അമ്മയാണ് സരസ്വതി. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. എന്താ കൺഫ്യൂഷൻ എന്തിനാ? അല്ല ചേട്ടാ, ഞാൻ ഈ പാപ്പാടി സരസ്വതിയുടെ വീട് അന്വേഷിച്ചു വന്നതാ. പാപ്പാടി സരസ്വതി എന്റെ അമ്മയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ എന്റെ വീട്ടിലല്ലാതെ പിന്നെ വഴി കിടക്കും. എന്താ കാര്യം എന്ന് വെച്ചാ പറ. ചേട്ടനോട് ഞാൻ ആദ്യം തന്നെ ചോദിച്ചത് അതല്ലേ പാപ്പാടി സരസ്വതിയുടെ വീടാണോ എന്ന്. എടോ, അതല്ലേ പറഞ്ഞത്, പാപ്പാടി സരസ്വതി എന്റെ അമ്മയാണ്. അപ്പൊ ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് പാപ്പാടി സരസ്വതി വീടല്ലാന്ന്? പ്രകാശ് പറഞ്ഞാലും ചെറിയൊരു തെറ്റുണ്ട്. അങ്ങനെ പറഞ്ഞു നോക്കി ചേട്ടാ. ശരി, എന്റെ അമ്മയാണ് പാപ്പാടി സരസ്വതി. അമ്മ വീട്ടിലുണ്ട്. തനിക്ക് എന്താണ് വേണ്ടത്? ഞാൻ ഈ ചക്കപ്പം വൈദ്യര് പറഞ്ഞയച്ചിട്ട് വരുന്ന ആളാ. ആര് പറഞ്ഞിട്ട്? ചക്കപ്പം വൈദ്യര്. എടോ, ഒന്ന് ആദ്യം പറയണ്ടേ ചക്കപ്പം വൈദ്യര് പറഞ്ഞിട്ട് വരുന്ന ആളാന്ന്? അതിന് പറയാൻ ഈ ചേട്ടൻ ഒന്ന് സമ്മതിക്കണ്ടേ? അല്ല, എനിക്ക് എപ്പോഴത്തെയോ ഒരു കണ്ടുപരിചയം പോലെ. ഒരു സാധ്യതയില്ല എന്നെ കാണാൻ. ആണോ? നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ലേ? എന്നെ കാണാൻ ഒരു സാധ്യതയില്ല ഏട്ടാ. നിങ്ങളുടെ വീട് എവിടെയാ? എൻ്റെ വീട് കുറച്ച് തെക്കെന്ന് പറയുമ്പോൾ വടക്കിൻ്റെ ഓപ്പോസിറ്റ്. വടക്കിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ തെക്ക്. അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞേ. എടോ, ഈ തെക്കെന്ന് പറയുമ്പോഴത്തേക്കും ആ തെക്ക് അവിടെ ഒരു സ്ഥലമില്ല. ആ സ്ഥലപ്പേരാ ഞാൻ ചോദിച്ചത്. സ്ഥലത്തിന്റെ പേര് തട്ടാമ്പടിയിൽ ഞാൻ കുറച്ചാളുണ്ടായിരുന്നു. അവിടെ ഞാനും ഉണ്ടായിരുന്നു. നീ ഉണ്ടായിരുന്നോ? തട്ടാമ്പടിയിൽ എവിടെയായിട്ട് വരും? തട്ടാമ്പടി തന്നെ, പ്രോപ്പർ തട്ടാമ്പടി. തട്ടാമ്പടി. പറഞ്ഞപ്പോ നിങ്ങള് ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ ആയി. ഇല്ല, ഞാൻ തട്ടാമ്പടിയിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും പരിചയമുണ്ടല്ലോ. നമുക്ക് അകത്തിന് സംസാരിക്കാം. അല്ല, ഞാനില്ല. എന്തേ? ഞാൻ വന്ന നിങ്ങളുടെ അമ്മ ചായ കുടിക്കാൻ നിർബന്ധിക്കും. അറിയാലോ.
യവനെ എനിക്ക് എപ്പോഴും കണ്ടുപരിചയമുണ്ടത് എപ്പോഴാണെന്നുള്ളതാണ്. കുറവുണ്ടോ അച്ഛമ്മ? ഓ കുറവൊന്നും ഇല്ലടി. എടി ഈ കാലിന്റെ ഈ പള്ളക്ക് മസിൽ കയറും, ചിലപ്പോ ആ കാല് കോച്ചിയും പോവും. വന്നോളൂ. അമ്മേ, ആ ഏ, ഇതാരാ മോനെ? ചക്കപ്പം വൈദ്യര് പറഞ്ഞു ആളാ. വാ ഇരിക്ക് മോനെ. ഇരിക്ക്. ഞാനിവിടെ അങ്ങ് ഇരുന്നോളാം. പുഷ്പേ, പുഷ്പേ, ദേ, ചക്കപ്പം വൈദ്യര് പറഞ്ഞു ആള് വന്നു. കുടിക്കാൻ വെള്ളം കൂടെ എടുക്ക്. ചേട്ടാ ഇല്ല, ഒന്നും വേണ്ട, ഞാനിപ്പോ ഷോടാ കുടിച്ചതാ. ഇത് എന്റെ ഭാര്യ പുഷ്പ. ഇത് മോളായിരിക്കും അല്ലേ? അയ്യേ, എന്റെ അനിയത്തിയാ ആയിപ്പോയി. സരിത. കണ്ടാ പറയില്ലട്ടാ. അല്ലെങ്കിൽ ഞങ്ങളെ രണ്ടിനെയും കണ്ട പ്രായം പറയത്തേയില്ല. ആര് പറഞ്ഞു? അമ്മച്ചിക്ക് നല്ല പ്രായം തോന്നിക്കും. തോന്നലല്ല, അച്ഛമ്മയ്ക്ക് അല്ലെങ്കിലും നല്ല പ്രായമുണ്ട്. ഇതാ രോഗി. ആ നിങ്ങളും വൈദ്യരാണോ? പിന്നെ ഞാൻ നല്ല പാരമ്പര്യമുള്ള വൈദ്യരല്ലേ. കണ്ടാ പറയത്തില്ല കേട്ടോ. പേര് അഷ്ടവൈദ്യൻ സന്തോഷ്. ആ, ഈ നിങ്ങളും ചികിത്സിക്കുന്ന സ്ഥിതിക്ക് പിന്നെ എന്തിനാ ചക്കപ്പം വൈദ്യരുടെ കൂടെ പോയി ജോലി ചെയ്യുന്നത്? ചേട്ടാ അതിനൊരു കാരണമുണ്ട്. ഏ? ഈ ചക്കപ്പം വൈദ്യര് പഴയ ആളല്ലേ. ആ, പുള്ളിക്ക് പഴയ ചികിത്സാ രീതി അറിയുള്ളൂ, എനിക്ക് പുതിയ ചികിത്സാ രീതി അറിയാം. അപ്പം ഞാൻ പുള്ളിയുടെ കൂടെ നിന്നിട്ട് പുള്ളിയുടെ പഴയ ചികിത്സാ രീതി പുള്ളിനെ പഠിപ്പിക്കും, എൻ്റെ പുതിയ ചികിത്സാ രീതി ഞാൻ പുള്ളിയെ പഠിപ്പിക്കും. ഒരു വാട്ടർ സിസ്റ്റം. ചേട്ടാ വാട്ടർ സിസ്റ്റം അല്ല, ബാർട്ടർ സിസ്റ്റം. കൊച്ചിന് കാര്യം മനസ്സിലായോ? അത് മതി. വൈദ്യരുടെ പുതിയ സിസ്റ്റം വെച്ച് എന്റെ കാലിന്റെ വേദന മാറ്റാവോ? അമ്മച്ചിക്ക് പഴയ ചാക്കപ്പം വൈദ്യരുടെ സിസ്റ്റം തന്നെ മതി. നീ സരിതേ, നിനക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചൊറിച്ചിൽ വരത്തില്ലേ? ആണാ? കുറച്ച് കുറച്ച് കുറച്ചല്ല, നല്ലോണം മാന്തും ചൊറിച്ചിൽ വന്നാൽ. ശരിക്കും? അതിങ്ങനെ ഇറിറ്റേഷൻ വരുമ്പോഴേ വരും. അപ്പൊ ഇങ്ങനെ അത്രേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിമുട്ടാവുന്നേ ഉള്ളൂ. വൈദ്യരെ, ഇവക്ക് മാത്രമല്ല ചൊറിച്ചില്, എനിക്കും ചൊറിച്ചില്ല. ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാ ഈ ചൊറിച്ചില്. അമ്മ അല്ല വൈദ്യരെ, ഇവര് പരസ്പരം മാന്തി കൊടുക്കും, അത്രക്ക് ചൊറിയാറുണ്ട്. സത്യം. കൊച്ചിന്റെ കണ്ണിന്റെ ചുറ്റുള്ള കറുപ്പും മുഖത്തിന്റെ വിളർച്ചയൊക്കെ കൂടെ കണ്ടിട്ട് രക്തത്തിൽ എന്തെങ്കിലും അണുക്കളുണ്ടോ എന്നൊരു സംശയമുണ്ട്. അയ്യോ, അണുക്കളാ? ആണേ. കുഴപ്പമാവോ? ഹേയ്, ഞാനിവിടെ ഇല്ലേ, ഞാൻ ശരിയാക്കി തരാം. വൈദ്യരെ, ഈ അണുക്കൾ പോകാനായിട്ട് എത്ര പൈസ വേണേലും ഞാൻ മുടക്കാം. അവരുടെ അണുക്കളൊന്ന് മാറ്റി തരണം. എന്നാ ഞാൻ ഒരു ലിസ്റ്റ് അങ്ങ് തരാം. ആ സാധനങ്ങൾ മേടിച്ച് തന്നാ നമുക്കിത് ശരിയാക്കി എടുക്കാം. ആ ചേട്ടാ, ഒരു പേപ്പറും പേനയും എടുത്തേ, ഞാൻ ആ ലിസ്റ്റ് എഴുതി തരാം. ശരി. അമ്മച്ചി, ഒരു മൺകലം വേണമല്ലോ. മൺകലോ? മരുന്ന് വയ്ക്കാൻ. ആ എടി പുഷ്പേ, അകത്തെ നാമംഗലം കൊടുത്തോണ്ട് വാ. അയ്യോ, നമ്മളെ മൺകലം പൊട്ടിപ്പോയമ്മേ. എന്നാ നീ അപ്പുറത്തെ ആ വിലാസിനോട് ചെന്ന് മേടിച്ചോണ്ടോ. ഓടിച്ചല്ലേ, താമസിക്കല്ലേ, ഓടി ചെന്ന് മേടിച്ചോണ്ട് പാടി. എന്നാ വാ, നമുക്കും പോവാം. അതെ 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 അതെ, രോഗി അവിടെ നിൽക്കട്ടെ. രോഗിയെ കൊണ്ടാണോ പണിയെടുപ്പിക്കണേ? കുട്ടിയോടെ ഇരിക്കി. ചേച്ചിയല്ലേ? ആ വൈദ്യരെ വൈദ്യരെ, എന്നെ കൂടെ ഒന്ന് ചികിത്സിക്കോ? അമ്മച്ചി ഒരു കാര്യം ചെയ്യും. ചക്കപ്പം വൈദ്യുതി അന്നേച്ച കുഴമ്പമാണിത്. ഇതുകൊണ്ട് നല്ല കാറ്റും വെളിച്ചമുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയിരുന്നിട്ട് ശരിക്കും കാലിലേക്ക് തേച്ച് പിടിപ്പിക്കും. എന്നിട്ട് മിണ്ടാതെ ഉരിയാടാതെ 1 മണിക്കൂർ അവിടെ ഇരുന്നു ചെല്ല്. അപ്പൊ അവിടെ 1 മണിക്കൂർ അവിടെ 1 മണിക്കൂർ ഇരിക്കണം. ചെല്ല്. പാടി വാ. ഞാനാ? പിന്നെ എനിക്ക് ആരും കുഴമ്പിട്ട് വരും. ഇങ്ങോട്ട് പാടി എഴുന്നേറ്റും. പോമ്പടാ പോമ്പട്ടെ. അമ്മച്ചി, ഓ 1 മണിക്കൂർ മറക്കല്ലേ. ഇല്ല ഇല്ല. ആ കുട്ടിയുടെ പേരെന്താ? സരിത. നല്ല പേര്. നീ ഭയങ്കര ഉടായ്പിന്റെ ഉസ്താദാണെന്നൊക്കെ പറഞ്ഞിട്ട് നിനക്ക് ഒരു പണി കൊടുക്കാൻ പറ്റിയോടാ അപ്പച്ചിക്ക്? ഇടി ആലോചിച്ചിട്ട് വരാൻ തലക്കാത്ത വരണ്ട, പിന്നെ ഞാൻ എന്തോ ചെയ്യാൻ? ആ വരത്തില്ല, ആവശ്യമുള്ളപ്പോ മാത്രം നിന്റെ തലയിൽ ഒന്നും വരത്തില്ല. നീയല്ലോ ആലോചിക്കുന്ന, നിനക്കുണ്ടല്ലോ അവിടെ കുരുട്ട് ബുദ്ധി. എടാ, ഞാനൊരു പാവാടാ, എനിക്കങ്ങനെ കുരുട്ട് ബുദ്ധിയൊന്നും വരത്തില്ല നിന്നെ പോലെ. നീയും പപ്പാടി പ്രകാശന്റെ മോള് തന്നെയല്ലേ? നമുക്ക് ഉണ്ടായപ്പോഴേ ഉണ്ട് കുരുട്ട്. അങ്ങോട്ട് ആലോചിച്ചോ, നോക്കാം പണി എന്തെങ്കിലും വരുമോ. അതേ വരുന്നു ഉടായ്പ്. അതുകൊണ്ട് രണ്ടും കൂടെ ഒരു ഗൂഢാലോചന. ഈ അപ്പച്ചിയുടെ ഇത് കാരണം നമ്മളെ എന്തെങ്കിലും പണി കൊടുക്കാൻ വേണ്ടി ആലോചിക്കുമായിരുന്നു അപ്പച്ചിക്ക്. അപ്പച്ചിക്ക് നീ പണിയൊന്നും കൊടുക്കണ്ട. അപ്പച്ചി അല്ലാണ്ട് തന്നെ നല്ല പണി കിട്ടിയിരിക്കുക. എന്ത് പണി? അപ്പച്ചിക്ക് അവിടെ എന്തോ ചൊറിച്ചിലോ, എടാ ബ്ലഡിൽ എന്തോ അണുക്കൾ കയറിയിട്ട് ഭയങ്കര ചൊറിച്ചിലാ. അയ്യോ, അതെന്താ? സന്തോഷ് വൈദ്യരെ എന്തോ മരുന്നൊക്കെ ഉണ്ടാക്കണ്ട്. ആര്? എടാ അഷ്ടവൈദ്യൻ സന്തോഷ്, അറിയില്ലേ? ആ ഇല്ല, ആരാ? ആരോടാ ഈ പറയണത്? എടാ നിനക്കതൊന്നും അറിയില്ലേ? നീ വലിയ അഗ്രികൾച്ചർ ഒക്കെ പഠിച്ചിട്ട്. എനിക്കൊന്നും അറിയാൻ വയ്യ ഈ സന്തോഷനെ ഒന്നും. ഇതൊക്കെ ആരാ ഇതൊക്കെ? ചക്കപ്പം വൈദ്യര് പറഞ്ഞു വിട്ടതാണ്. അയാൾ അവിടെ എന്തൊക്കെയോ മരുന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അറിയാത്ത വൈദ്യരാ. ഞാൻ കാണട്ടെ, കാലം മാറ്റിക്കേ. നീ എവിടെ പോണ്? അപ്പച്ചിക്കിട്ട് പണി കൊടുക്കണ്ടേ?
ഒന്ന് സന്തോഷം കാണട്ടെ ഞാൻ ആദ്യം. സന്തോഷോ? നിന്റെ കൂടെ പഠിച്ചതാ? ഒന്ന് അഷ്ടവൈദ്യനെ ഒന്ന് പോയി കാണട്ടെ. അപ്പച്ചിക്കിട്ടുള്ള പണി കൊടുക്കാം. ഫസ്റ്റ് ഈ കിട്ടിയ പണി ഒന്ന് വരട്ടെ അപ്പച്ചി, എന്നിട്ടല്ലേ നമ്മുടെ പണി. അവിടെ സന്തോഷം അവിടെ അപ്പുറത്തുണ്ട്. ഞാൻ അറിയാത്ത വലിയ വൈദ്യന്മാരൊക്കെ ഇവിടെ ഉണ്ടാ. എടാ ഞാനും വരുന്നടാ. നീ പോണോ? പിന്നല്ലാണ്ട് ചെല്ലു ചെല്ലു. വൈദ്യരെ എന്തോ ഇത് കഴിച്ചാൽ ശരിക്കും അസുഖമൊക്കെ മാറുമോ? പിന്നെ എന്തത്ര സംശയം? എന്താ സരിതയ്ക്ക് ഒരു വിശ്വാസം എടുത്തോല്ലേ? വിശ്വാസമില്ലാത്തോണ്ടല്ല, ജിജ്ഞാസ കൊണ്ടാ. സരിതേ, ഈ അഷ്ടവൈദ്യൻ സന്തോഷം ചികിത്സിച്ചായിട്ട് ആരും പിന്നെ ജീവിതത്തിലൊരു വൈദ്യനെ കണ്ടു വന്നിട്ടില്ല. എന്താ അവരൊക്കെ തട്ടിപ്പോയാ? അയ്യോ, അതുകൊണ്ടല്ല, അവരുടെ അസുഖം പൂർണ്ണമായിട്ട് മാറും. ഓ അങ്ങനെ. ഇച്ചിരി കൂടുതൽ വേണം, വറ്റണ്ട ഇത്. വെള്ളം വറ്റണം, നല്ല കുറുകി വരണം. ഞാൻ സഹായിക്കണം. വേണ്ട വേണ്ട, ഞാൻ ചെയ്തോളാം. സരിത അവിടെ നിന്നോ. പിന്നെ സരിതേ, ഞാനെന്റെ രോഗികൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു ഒറ്റമൂലിയുണ്ട്. എന്ത്? സരിതാരോട് പറയരുത്. ഇല്ല, പറഞ്ഞു. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു പെഗ് ബ്രാൻഡിയിൽ കുറച്ച് അരിഷ്ടം വെച്ചിട്ട് ഒറ്റ വീശ്. ബ്രാൻഡിയിലാ? പിന്നെ അതിന്റെ ഗുണം അറിയാത്തോണ്ടാ. ആ കഴിച്ചു കഴിഞ്ഞിട്ട് സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങാം. നല്ല ഉറക്കം കിട്ടും, നല്ല സ്വപ്നങ്ങളും കണ്ടു കിടക്കാം. ആണോ? പിന്നെ നോട്ട് പോയിന്റ്. ഏതോ പിരിവാരം ഇല്ലു തോന്നുന്നു. അയ്യോ, പെരുവാരല്ല, അതെന്റെ ചേട്ടന്റെ മക്കളാ. കുറെ ഉണ്ടല്ലോ. ഇനി ഒരാളും കൂടി ഉണ്ട്. അവൻ അമ്മയുടെ വീട്ടിൽ പോയിക്കാ, ചെറിയവൻ. അത് ശരി. ഇവനെ നന്നായിട്ട് മരുന്നുണ്ടാക്കാറിയാട്ടോ. ആ, എന്താ പഠിച്ചേണേ? അല്ല, ഞാൻ ഈ അഗ്രികൾച്ചർ പഠിച്ചപ്പം ചെറുതായിട്ട് ഇതിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട്. അല്ലേടി? പിന്നെ അവൻ സൂപ്പറാ. അവന് എല്ലാവർക്കും മരുന്നൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് വീട്ടില്. ചെറുതായിട്ട് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അല്ലേടി? പക്ഷെ എല്ലാവർക്കും പണി കിട്ടും. ഓ, അങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട. അവന് മരുന്നിനെ പറ്റിയിട്ടും ഔഷധത്തെ പറ്റിയിട്ടും നന്നായിട്ട് അറിയാം, അല്ലേടാ? അതെ. അല്ല, എനിക്ക് ആയുർവേദത്തിനെ പറ്റി എന്തൊക്കെ അറിയാം? എനിക്ക് ആയുർവേദത്തെ പറ്റി പലതും പറയാം. അതിങ്ങനെ നിങ്ങളോടൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ലോക്കൽസ്. ഇനി നീ ആരെങ്കിലും ചികിത്സിച്ചു ഞാൻ അറിഞ്ഞ ഞങ്ങളുടെ അസോസിയേഷൻ നാളെ കൊണ്ട് നിന്റെ അടുത്ത് അവതരിക്കും. ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം. അതെ, വൈദ്യര് പറഞ്ഞാ സരിത തീയെന്ന് കുറച്ച്. സരിതേ, കഷായത്തിന്റെ പരിപാടിയൊക്കെ എന്നായി? കഷായം ഉണ്ടാക്കണ ഞാനല്ലേ? എന്നോട് ചോദിച്ചാ പോരെ? അതിനാ സരിതോട് ചോദിക്കണേ? അല്ല, ഇവിടെ കഷായം ഉണ്ടാക്കണ കാര്യം നീ എങ്ങനെ അറിഞ്ഞേ? അത് പ്രകാശ് എന്നെ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. സുഹൃത്തെ, എന്തോ? ഈ മരുന്നിനെ കുറിച്ചും കഷായത്തിനെ കുറിച്ചും വല്ല അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, സരിതോടല്ല. കേട്ടാ? എന്നാ വൈദ്യരോട് ചോദിക്കാം. ചോദിക്കും. ഈ വൈദ്യുതി പണി പാരമ്പര്യമായിട്ട് കിട്ടിയതാണോ? പിന്നെ അല്ലാതെ എന്റെ അച്ഛനപ്പന്മാരായിട്ട് പാരമ്പര്യ വൈദ്യന്മാരാ. എന്നാ നിങ്ങളുടെ അപ്പം വൈദ്യന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞേ. ഇതെന്തോ അല്ല പത്രസമ്മേളനോ, അതുമല്ല ഇന്റർവ്യൂ. അയ്യേ, കിണിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഉണ്ടോ ഉള്ളേ? ഈ വൈദ്യരെ കോമഡി ആയിട്ടില്ലേ? എന്ത് രസാ! ഇതാണ് കോമഡി. അങ്ങനെ പറഞ്ഞു കൊടുക്കുമോളെ. ഇതിനേക്കാളും സൂപ്പർ കോമഡി ഡെയിലി ഞാൻ ഇവിടെ ഒന്ന് അടിച്ചിട്ട് പോകണല്ലേ. പിന്നെ അല്ലാതെ പറഞ്ഞു കൊടുക്കുമോളെ. അത് സരിതേ, ഈ പഴുതാരമേശക്കാരനോടൊന്ന് പോകാൻ പറഞ്ഞു. എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. സരിത, ഞാനൊരു കാര്യം പറഞ്ഞോക്കാം. എന്നെ എന്തെങ്കിലും പറഞ്ഞു, എന്റെ മീശനെ ഇൻസൾട്ട് ചെയ്യരുത്. വൈദ്യരെ അവന്റെ മീശയെ പറ്റി പറയണ്ട, അവന് വിഷമാവും. എങ്ങനെ പറയാണ്ടിരിക്കും സരിതേ? ഈ ടവറിന്റെ താഴത്തെ ഭാഗമാരിയിരിക്കണം നോക്കിയ മീശ. അയ്യേ, ഞാൻ വിളിച്ചു പറയും കേട്ടോ, എന്റെ മീശയെ കുറിച്ച് വല്ലതും പറഞ്ഞു കഴിഞ്ഞാ. ചേട്ടു ശല്യം ചെയ്യാണ്ട് പോവാൻ നോക്ക്, ഒന്ന് തീർത്തോട്ടെ പ്ലീസ്. നിങ്ങൾ നോക്കടാ, എന്റെ പേരാണ് സന്തോഷല്ലേ. നിന്നെ എനിക്ക് എപ്പോഴോ വെച്ച് കണ്ടുപരിചയം ഉണ്ട്. ഞാൻ പൊക്കും ഞാൻ കേട്ടോ. ബീവറേജിന്റെ ഏരിയ അല്ല, ലോട്ടറി അല്ല. പിടിച്ചോളാം ഞാൻ കേട്ടോ. സരിതേ, ഈ പിള്ളേർ ഇവിടെ നിന്ന് നല്ല കാറ്റും വെളിച്ചവും കിട്ടില്ല. നല്ല കാറ്റും വെളിച്ചവും കിട്ടിയാലേ കഷായത്തിന് ഫലം ഉണ്ടാവും. അല്ല, നിങ്ങൾ അതിനെ ചുറ്റി നിൽക്കണ്, പൊക്കൂടെ? അല്ല, ഈ അടുപ്പാര് ഇവിടെ കൂട്ടാൻ പറഞ്ഞേ. പിന്നെ ഞാൻ അവിടെ കൊണ്ടുവയ്ക്കേണ്ട തലയില. ഈ പെയിന്റ് ഒക്കെ പോകുന്നുണ്ടല്ലേ? അത് തുടച്ചാ പോവൂലേ? ചെടിയുടെ മൂട്ടിക്കൊണ്ടാണ് തീ ഇടുന്നത്. ഇതൊക്കെ എത്ര വിലയുള്ള സാധനം അറിയാം അപ്പച്ചിക്ക്? അത് അപ്പുറത്തോണ്ട് തൂക്കടാ. പിടിച്ചടി. കുറെ ഔഷധം പറഞ്ഞു, ഞാൻ അതൊക്കെ എടുത്ത് കാണിച്ചു ഇങ്ങോട്ടാ. വീക്കിട്ട് പാടുന്നു, പോകണ്ട നടണം. നമുക്ക് പോവാടാ, വെറുതെ ഷോ തീരും താമസിക്കാന്ന്. തീ ഇടണോ വൈദ്യരെ? വേണ്ട, മതി. സരിതോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കേ. സരിത എന്താ വരെ കല്യാണം കഴിക്കാത്തെ? എന്താ ചിരിക്കണേ? എന്റെ കല്യാണം കഴിഞ്ഞതാ. എനിക്ക് ഡിഗ്രിക്ക് പഠിക്കണ മോളുണ്ട്. സരിത വേണമെങ്കിൽ അകത്തേക്ക് വെക്കോട്ടോ. ഈ ചൂടും കൊണ്ടിരിക്കണം എന്നില്ല, ഞാൻ ചെയ്തോളാം. അപ്പൊ ഞാൻ സഹായിച്ചോളാം. ഓ വേണ്ട സരിതേ, പൊക്കോ.
വേണ്ടേ? വേണ്ട. ഇത് പെട്ടെന്നാവോ? അമ്മ ഞാനങ്ങ് കൊണ്ടുവരാം. ആ ശരി. ഓക്കെ ഓക്കെ. ശരി. വെറുതെ കുറെ സ്വപ്നം കണ്ടെന്ന് വെച്ചു. അമ്മേ ആ പുള്ളിക്ക് ഇവിടെ ഉള്ളത് എന്തെങ്കിലും കൊടുത്താ പോരെ? എന്തിനാണ് ഇത്ര സ്പെഷ്യലൊക്കെ ഉണ്ടാക്കണേ? നിന്റെ അമ്മക്ക് വട്ടാടി ഇപ്പതേ ഇറച്ചി മീനൊക്കെ മേടിക്കാൻ പറഞ്ഞിരിക്കുക. ആ എന്തുവാട്ട് ആ ചക്കപ്പം വൈദ്യര് പറഞ്ഞയച്ചാക്ക് നല്ല ഭക്ഷണമൊക്കെ കൊടുക്കണ്ടേ? നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഓഞ്ഞ പച്ചക്കറിയിൽ അയാൾ കഴിക്കുക. ഓ ചക്കപ്പം വൈദ്യര് പറഞ്ഞയച്ചാക്ക് ഇങ്ങനെയാണെങ്കിൽ ചക്കപ്പം വൈദ്യര് വരാണെങ്കിൽ അമ്മ എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കും? ആനമുട്ട ഫ്രൈ ചെയ്ത് കൊടുക്കുവള്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ മക്കൾക്കൊന്ന് ആദിത്യ മര്യാദ എന്ന് പറയുന്ന സാധനം തൊട്ട് തീണ്ടിയിട്ടില്ല. ഭഗതിരും മര്യാദ ഉള്ള ഒരാളുണ്ടടി, കാലൻ കലാധരൻ. നിങ്ങളെന്തിനാ എൻ്റെ അച്ഛനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഞാൻ നിങ്ങളെ അമ്മേനെ ഒന്ന് പറഞ്ഞോക്കട്ടെ. നീ അത് എന്നും പറയാറുണ്ടല്ലോ. എന്ത് കുഴപ്പം പിടിച്ച കാര്യം വന്നാലും ഉടനെ അമ്മയുടെ പേരാണല്ലോ നീ ആദ്യം പറയാറുള്ളത്. നിങ്ങൾ എൻ്റെ അച്ഛനെയും പറയുന്നില്ലേ? മര്യാദ കെട്ടവരെ പറ്റിയൊക്കെ പറയേണ്ടി വരുമ്പോ എനിക്ക് ഓർമ്മ വരുന്ന ആകെപ്പാടുള്ളൊരു മുഖം. അതെ, നല്ല ആദിത്യ മര്യാദയുള്ള നിങ്ങളെ അമ്മ വന്നിട്ടുണ്ട്. എടാ മോനെ, ആ സന്തോഷ് വൈദ്യര് പറഞ്ഞു വിട്ട തന്ന മരുന്നുണ്ടല്ലോ, അത് തേച്ചപ്പോൾ എനിക്ക് വളരെ ആശ്വാസം ഉണ്ട് മക്കളെ. അതിന് സന്തോഷ വൈദ്യര് തന്നതല്ല, ചക്കപ്പം വൈദ്യര് തന്നിട്ട് ഇയാൾ കൊണ്ട് ഇങ്ങനെ കയ്യിൽ ഏൽപ്പിച്ചു എന്നേ ഉള്ളൂ. ആ ഏൽപ്പിച്ചാലും അത് അങ്ങേര് പറഞ്ഞ രീതിയിൽ പുരട്ടിയപ്പോഴാണ് എനിക്കിതേ കുറവ് വന്നത്. അവള് പുരട്ടി തന്നു. എന്തോന്ന് രീതി? അത് തൊട്ടുരിയാടാതെ മിണ്ടാതെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവളൊന്നും മിണ്ടിയില്ല. എൻ്റെ കാലത്ത് തെച്ചപ്പം ദേ എന്താ നടക്കുന്നതിന് തന്നെ ഒരു വ്യത്യാസം കണ്ട. തേക്കുന്ന സമയത്ത് മാത്രം മിണ്ടാതിരിക്കാൻ പറഞ്ഞു. 1 മണിക്കൂർ മിണ്ടാതെ നിൽക്കാൻ പറഞ്ഞു. 1 മണിക്കൂർ അമ്മ മിണ്ടാതിരുന്നു. 1 മണിക്കൂർ ഞാൻ മിണ്ടാതിരുന്നടി. അതാണ് കുറച്ചു നേരം ഇവിടെ ബഹളമൊന്നും ഇല്ലാതിരുന്നത്. അതും 1 മണിക്കൂർ. എന്നാക്കായാലും നല്ല കൈപ്പുണ്യമുള്ള വൈദ്യരാ സന്തോഷ് വൈദ്യര്. അതേടാ, അങ്ങനെ നല്ല കൈപ്പുണ്യമുള്ള വൈദ്യര് തന്നെയാ. അങ്ങേർക്ക് കൈപ്പുണ്യം മാത്രമല്ല, ഭയങ്കര ആർത്തിയുണ്ട്. കഴിക്കുന്നോ എന്ന് ചോദിച്ചതേ ഉള്ളൂ, അപ്പോഴത്തേക്കും പറയുന്നു ഇറച്ചി മീനും ഒക്കെ വരട്ടെ എന്ന്. വൈദ്യന്മാർ ഇറച്ചി മീനൊക്കെ കഴിക്കുവോ? അങ്ങനെ അതെല്ലാം കഴിക്കും. ഏയ് കഴിക്കില്ല, വെട്ടി ഒഴുങ്ങുള്ളൂ. എൻ്റെ അമ്മേ, ഇപ്പോഴത്തെ ആൾക്കാരെല്ലാം മാറിപ്പോയി. ഇപ്പൊ ചിക്കനും മീനൊക്കെ തിന്നുന്ന ആൾക്കാരാ. ആണോ? പിന്നെ നമ്മളെ പോലെ പച്ചക്കറി മാത്രം എല്ലാരും കഴിക്കുന്നത്. ഞാൻ അമ്മയുടെക്ക് പറഞ്ഞതല്ലേ, ഞാൻ ചക്കപ്പം ഇതിട്ട് പോയി മരുന്ന് മേടിച്ചോണ്ട് തരാന്ന്. അന്നേരം പറ്റത്തില്ല, വൈദ്യുതി ഇങ്ങോട്ട് വരട്ടെ. എന്തൊരു ബഹളമായിരുന്നു ഇവിടെ കിടന്ന്. ഇപ്പം ഇറച്ചി മീനും മേടിച്ച് കയ്യിലെ പൈസ മുഴുവൻ പോവല്ലോ. ആ, എൻ്റെ കാലിൻ്റെ വേദന പോകാനല്ലേ ഞാൻ പൈസ കൊടുത്തോളാം, നീ വിഷമിക്കട്ടെ കേട്ടോ. പോവാണോ? എന്താടാ? അല്ല പോണോ? നമുക്ക് എന്തെങ്കിലുമൊക്കെ ചുമ്മാ പറഞ്ഞൊക്കെ ഇരിക്കാം. അതോടാ. എന്ത് പറഞ്ഞിരിക്കാൻ? അല്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാം. വാ. ഷേ എടാ, കാര്യം പറ. നിനക്ക് എന്താ? എനിക്ക് പൊട്ടിച്ച പരിപാടികളുണ്ട്. നമ്മളൊരു മറ്റേ വൈദ്യം വന്നിട്ടില്ല, എന്തോ പേര്? സന്തോഷ്. ആ സന്തോഷ്. ആ, അയാളെ പറ്റി എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. പിന്നെ നിന്റെ വീട്ടിലുള്ളവർക്കൊക്കെ പുള്ളിനെ ഭയങ്കര താല്പര്യമല്ലേ, എടുത്ത് തല വെച്ചേക്കുമല്ലേ. നല്ല അഭിപ്രായം അല്ലേ? ആ, എന്താ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല എനിക്ക് അങ്ങേരെ അങ്ങ് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ആണോ? എടാ സഞ്ജു, സത്യം പറയാലോ, എനിക്കും അവനെ തീരെ പിടിച്ചിട്ടില്ല. ആ അപ്പൊ ഉള്ള കാര്യം തന്നെ അല്ലേ, അവൻ എന്തോ വളർത്തലുണ്ട്. അതാണ്, എനിക്ക് അവന്റെ ലുക്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ആ അതൊന്നും തോന്നിയില്ലേ. പക്ഷെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ അവനെ അങ്ങ് തല കെട്ടി വെച്ചേക്കും. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇവന് പിന്നെ പണി കൊടുത്ത് നമുക്ക് ഇവിടെ നടക്കി വിടാൻ എനിക്ക് സഹിക്കുന്നില്ല. ഒരു വൈദ്യം കളി. പണി നമുക്ക് കൊടുക്കാം, പക്ഷെ ഇച്ച കടന്ന കൈയാണ്. അതൊന്നും ഒരു കുഴപ്പമില്ല, എന്നോട് പറഞ്ഞ ഞാൻ സെറ്റ് ആയിക്കോളാം. ആണോ? ആ എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ, അവൻ ഉണ്ടാക്കുന്ന കഷായത്തില് സോപ്പ് പൊടി കലക്കി വെച്ചാലോ? ഒരു പക്ഷേ അത് കുടിക്കാൻ പോകുന്ന അപ്പച്ചില്ലേ? എടാ അപ്പച്ചി കുടിക്കട്ടെ, അപ്പൊ അപ്പച്ചി തന്നെ അവനെ ആട്ടി പുറത്താക്കിയല്ലേ. സംഭവം മനസ്സിലായോ? ചിന്തിക്ക് നീ. അച്ഛനെ വരെ അടിച്ചു പറഞ്ഞിട്ടുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. അത് കൊള്ളാം. ഇപ്പൊ മക്കളൊരു കാര്യം ചെയ്യും, ചെന്ന് കഷായത്തിൽ സോപ്പ് പൊടി കലക്കും. കലക്കല്ലേ? ആ, ഓ ഞാൻ ഒന്ന് കലക്കിട്ട് വരാം. ധൈര്യമായിട്ട് കലക്കടാ, ഞാനിവിടെ നിൽക്കുമല്ലേ. നീ കലക്കല്ലേ? ചെന്ന് കലക്ക് നീ. അവസാനം യവനെ ഇവരെല്ലാം കൂടി കലക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഏതൊക്കെയാലും പോയി ഒരു സർവത്തൊക്കെ അടിച്ചിട്ട് വരാം, അപ്പത്തേക്കും ഇത് ഏകദേശം കലങ്ങും. വൈദ്യരെ ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട്? ഭക്ഷണം അടിപൊളി. ഒരു ഇത്തിരി അരിഷ്ടം കൂടി കിട്ടിയതെങ്കിൽ നന്നായനെ. അരിഷ്ടം ഭയങ്കര ഇഷ്ടല്ലേ? ഭയങ്കര ഇഷ്ടം. ദഹനത്തിന് നല്ലതല്ലേ അരിഷ്ടം? ആണോ? അന്ന് എനിക്ക് കുറച്ച് കൊണ്ടുവരുമോ? ഞാൻ അടുത്തോട്ടം വരുമ്പോൾ കൊണ്ട് തരാം. അതൊന്നും വേണ്ട വൈദ്യരെ, അരിഷ്ടൊന്നും വേണ്ട. നല്ലതാ, എല്ലാവർക്കും കഴിക്കാം. അല്ല ഇവിടുത്തെ ജോലി കൂലി എന്നുള്ളത് പിള്ളേരോടെ പോയി. ആര് പറഞ്ഞു? എൻ്റെ മക്കൾക്ക് നല്ല ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ട്, പക്ഷെ ഒന്നിനും ജോലിയില്ലാന്നുള്ളൂ. മക്കളെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? അച്ഛനെ കണ്ടല്ലേ മക്കള് പഠിക്കുന്നത്. ദേ ഇവന് ഒരു ജോലിയും കൂലിയും ഇല്ലായിരുന്നു തിന്നുന്ന കണ്ടോ. അപ്പൊ എന്റെ ബിസിനസ്സാ? എനിക്ക് വേണിക്കുട്ടന്റെ പുറകെ നടക്കലല്ലേ നിന്റെ ബിസിനസ്. അമ്മ അത് പറഞ്ഞ ശരിയല്ല. കറക്റ്റ്, നീ ഇങ്ങോട്ട് പറഞ്ഞു വിടറി.
ചേട്ടൻ വേണുക്കുട്ടന്റെ പുറകെയല്ല നടക്കണത്. വേണുക്കുട്ടൻ ചേട്ടന്റെ പുറകെയാണ്. ആരുടെ പുറകെയാണേലും മുമ്പിലാണേലും വേണുക്കുട്ടന്റെ അല്ലേ കൂടെ അല്ലേ നീ എന്നും? അല്ല ഈ വേണുക്കുട്ടൻ ഇവിടുത്തെ ആളല്ലേ? പിന്നല്ലാണ്ട് ഇവിടുത്തെ ആള് തന്നെയാണ്. അത് ശരി. ആര് പറഞ്ഞു ഇവിടുത്തെ ആളാണെന്ന്? പിന്നെ അവനെ കണ്ട ഇവിടെ ഈ വീട്ടിലെ പോലെയാണ് ഇരിക്കുന്നത്. ചുമ്മാ ഓരോന്നും പറയും. ഇവിടുത്തെ ഒന്നും അല്ലേ നീ അത്? പക്ഷേ വർത്താനൊക്കെ കേട്ടാ തോന്നുന്നു ഈ വീട്ടിലാണ്. ഇവിടെ ഈ രക്തബന്ധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അവൻ എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ചങ്ക, എൻ്റെ ബിസിനസ് പാർട്ട്ണറാണ്. ഓ ആ പാണറ് ഈ ബിസിനസ് ഒക്കെ വീടിന്റെ പുറത്താക്കുന്നതല്ലേ നല്ലത്? ഞാൻ ആലോചിക്കാം. ആ ആലോചിക്കാനൊന്നുമില്ല. അവൻ ഭയങ്കര ഊടായിപ്പാ. എനിക്ക് അയാളുടെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി അയാൾ ഉടായിപ്പാന്ന്. എനിക്ക് ഈ മുഖലക്ഷണമൊക്കെ നോക്കി പറയാനുള്ളൊരു കഴിവുണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാ. ആണോ? എന്നാ എന്റെ മുഖം ഒന്ന് നോക്കിയെന്ന് പറയോ? അത് ഞാൻ പിന്നെ നോക്കിയാ പോരെ. അതെ, നമ്മുടെ ആ കഷായം ഇട്ടേക്കുന്നത് അടച്ചിട്ടില്ല, ഞാൻ ഒന്ന് അടച്ചിട്ട്. അല്ല വൈദ്യുതി അവിടെ ഇരിക്കും, അത് ഞാൻ നോക്കിക്കോളാം. ഓ ഓ ഓ, ശരി ചോറ് ശരി ശരി ശരി. വലിയ വൈദ്യൻ എന്നൊക്കെയാ പറയണം. മൂടി വെക്കാനുള്ള ബോധം പോലും ഇല്ല അയാൾ. എന്താ പരിപാടി? മൂടി വെക്കുന്നു. ആ ഞാനിത് മൂടാൻ ഓടി വരുമായിരുന്നു മോളെ. ആണാ? എന്നാ മൂടി വെച്ചോ. നീ ചെയ്താലും ഞാൻ ചെയ്താലും ഒരുപോലെയല്ലേ? അല്ല, അമ്മയ്ക്ക് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ മൂടി വെച്ചോ. എടി വൈദ്യര് നിങ്ങളെയൊക്കെ അന്വേഷിച്ചായിരുന്നടി. അയാളെന്തിനാ ഞങ്ങൾ അന്വേഷിക്കുന്നത്? എടി അങ്ങനെ അയാൾ ഇയാളെന്നൊക്കെ വിളിക്കാൻ പാടില്ല. ഒന്നുമില്ലെങ്കിൽ അയാൾ ഒരു വൈദ്യരല്ലേ, കുറച്ച് റെസ്പെക്ട് കൊടുക്കണ്ടേ? അയ്യാ, എനിക്ക് അത്രയ്ക്ക് റെസ്പെക്ട് കൊടുക്കാൻ വയ്യ. എന്നാ വൈദ്യരെന്ന് നിങ്ങളെ ചെയ്തേ? എന്റെ പൊന്നമ്മ, വൈദ്യരും അപ്പച്ചും കൂടി എന്നെ സഞ്ജുവിന് ചുമ്മാ ഇടാൻ കളിയാക്കുമായിരുന്നേ. അതൊക്കെ നിനക്ക് തോന്നുന്നതായിരിക്കും. അയാൾ ഭയങ്കര തമാശക്കാരനാണല്ലോ. എനിക്ക് വലിയ തമാശയായിട്ടൊന്നും തോന്നിയില്ല. ആ ഞാനും അമ്മയൊക്കെ കുറേ ചിരിച്ചല്ല അയാളെ തമാശ കേട്ടിട്ട്. ആണോ? എന്നാ കുറച്ച് മാറിയിരുന്ന് ചിരിച്ചോ. അല്ലെങ്കിൽ നിന്നെ ഒന്ന് ഉപദേശിക്കാൻ വന്നിട്ട് ഒരു കാര്യമില്ല, ഒരു കാലത്ത് നന്നാവൂല. എന്നാ പിന്നെ ഉപദേശിക്കാണ്ടിരി. എന്നാ പിന്നെ ഇതിങ്ങനെ കത്തിക്ക്. ഞാൻ കേൾക്കത്തൊന്നുമില്ല. അത് ഞാൻ മൂടി വെക്കാൻ വന്നതാ. ആ എന്നാലും അത് കത്തിച്ചെടുക്കുന്ന ഇളക്കി നോക്കണേ. പുകയൊന്നും അധികം വരരുത്, അകത്ത് കയറും. ഇതിനകത്ത് എന്തെങ്കിലും ചേർത്താലാ?